ഇന്ന് പ്രതിപക്ഷം ഈ വിഷയത്തിലെടുത്ത നിലപാടും സംസ്ഥാന സർക്കാരിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് തന്നെയായിരുന്നു. ജിൻഡോ, ഇപ്പോൾ BJP പ്രതിനിധി പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ട്, അതിനെ മറികടന്നുകൊണ്ട് സംസ്ഥാനങ്ങൾക്ക് അതിനുള്ള അവകാശം നൽകുന്നത് ഒരു തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കും എന്നാണ്. അതിൽ ഡോക്ടർ ജിൻഡോ ജോൺ യോജിക്കുന്നുണ്ടോ? നമ്മളുടേത് മറ്റൊരു സംസ്ഥാനത്തിനും ഇല്ലാത്ത വിധം വളരെ ശക്തമായൊരു പ്രവാസി സമൂഹമാണ്, പ്രത്യേകിച്ച് മധ്യേഷ്യയിൽ. അതുകൊണ്ട് ആ സമൂഹത്തിലുള്ളവരെ അഡ്രസ്സ് ചെയ്യേണ്ടത് നമ്മളുടെ സർക്കാരിൻ്റെയും നമ്മളുടെ രാഷ്ട്രീയ സംഘടനകളുടെയും ഒക്കെ പ്രധാനപ്പെട്ട ആവശ്യമാണല്ലോ. അവിടെ KMCC ആണ് കൂടുതൽ കാര്യങ്ങൾ ഏകോപിപ്പിച്ചത്, കല എന്ന മറ്റൊരു സാംസ്കാരിക സംഘടനയാണ്. ഇതൊക്കെ മലയാളികളുടെ സംഘടനകൾ കൂടിയാണ്. കൂടുതൽ മരണപ്പെട്ടിരിക്കുന്നതും മലയാളികളാണ്, ഒരു മലയാളിയുടെ കമ്പനിയാണ്. അപ്പോൾ സ്വാഭാവികമായും സംസ്ഥാന സർക്കാർ അങ്ങനെ ഒരു പ്രതിനിധി അയക്കുന്നതിൽ തെറ്റെന്താണ്? കീഴ്വഴക്കത്തിൻ്റെ പ്രശ്നം ഇവിടെയുണ്ടോ ഡോക്ടർ ജിൻഡോ ജോൺ? അല്ല, അതിലൊരു സംശയവും വേണ്ടല്ലോ. അരുൺ, ഇന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇക്കാര്യത്തിൽ മന്ത്രി വീണ ജോർജിനെ അവിടേക്ക് പോകാൻ, കുവൈറ്റിലേക്ക് പോകാൻ അനുവദിക്കാതിരുന്ന കേന്ദ്ര സർക്കാർ നടപടിയെ 100% എതിർക്കുക തന്നെയാണ്. അതൊരു ശരിയായ നടപടിയായിരുന്നില്ല. ഈ സമയത്തൊന്നുമല്ല കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ എടുത്ത് പ്രയോഗിക്കേണ്ടത്. ഇവിടെ BJPയുടെ പ്രതിനിധി പറഞ്ഞത് കേന്ദ്ര സർക്കാർ വേണ്ടതെല്ലാം ചെയ്തു എന്നാണ്. അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഭാഗമായിട്ട്, ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായിട്ട് സർക്കാർ നടപടികളെല്ലാം കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിലൊന്നും ഇവിടെ ആർക്കും പരാതിയില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത്, സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു അംഗത്തെ അവിടേക്ക് അയക്കാൻ, പ്രത്യേകിച്ച് മലയാളികളാണ് ഇതിൽ ഏറ്റവും ദുരന്തത്തിൽ ഏറ്റവും ബാധിക്കപ്പെട്ട മനുഷ്യർ എന്നുള്ള നിലയ്ക്ക്, മലയാളി സമൂഹമാണ് ഏറ്റവും കൂടുതൽ പ്രവാസികളായിട്ട് അവിടെ ജോലി ചെയ്യുന്നത് എന്നുള്ള നിലയ്ക്ക് അവിടെ പോയി നേരിട്ട് അക്കാര്യത്തിൽ ഇടപെടാനായിട്ട് ഒരു മന്ത്രി അയക്കാൻ തീരുമാനിക്കുമ്പോൾ അതിന് അനുവദിക്കാതിരിക്കുന്നത് കൊണ്ട് BJP അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ എന്ത് ലാഭമാണ്, എന്ത് നേട്ടമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിന് BJPയുടെ പ്രതിനിധി പറഞ്ഞൊരു കാര്യം, നാളെ മറ്റ് സംസ്ഥാനങ്ങളും ആവശ്യപ്പെട്ടാൽ അത് കൊടുക്കണ്ടേ എന്ന്. ഞാൻ ചോദിക്കുന്ന, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മന്ത്രിസഭയിലെ അംഗങ്ങൾ അല്ലെങ്കിൽ മന്ത്രിസഭാംഗങ്ങൾ അല്ലെങ്കിൽ മന്ത്രിമാർ ആരെങ്കിലും ഇത്തരത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ, സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അങ്ങനെ ഉണ്ടായാൽ പോകണം, ഞങ്ങളുടെ മന്ത്രിസഭയിൽ ഒരു അംഗത്തെ അങ്ങോട്ട് വിടണമെന്ന് ആവശ്യപ്പെട്ടാൽ വിടുന്നതിന് ഈ കേന്ദ്ര സർക്കാരിന് എന്താ എത്ര പ്രയാസം? ഓരോ സംസ്ഥാനത്തെ ഭാഷാപരമായിട്ടും സാംസ്കാരികപരമായിട്ടും ആ നാട്ടിലെ ആളുകളുമായിട്ട് കൂടുതൽ സംവദിക്കാൻ ശേഷി ഉണ്ടാകുക ആ സംസ്ഥാനത്തെ മന്ത്രിസഭയിലെ അംഗങ്ങൾക്കോ അല്ലെങ്കിൽ പ്രതിനിധികൾക്കോ ആയിരിക്കുമല്ലോ. ഇവിടെ തന്നെ നമ്മൾ കാണുന്ന ഒരു കാര്യമില്ല, KMCC അടക്കമുള്ള പ്രവാസി സംഘടനകളാണ് ഏറ്റവും കൂടുതൽ അതിൽ ഉത്തരവാദിത്തപരമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ സർക്കാർ സംവിധാനങ്ങളെക്കാൾ വലിയ സേവനങ്ങൾ ചെയ്തതുകൊണ്ടാണ് ഈ പറഞ്ഞ സാഹചര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഈ മരണപ്പെട്ട ആളുകളുടെ മൃതദേഹങ്ങൾ ഇവിടെ എത്തിക്കാനും മറ്റ് സൗകര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയത്. സർക്കാർ ഉണ്ടായിരുന്നു, പക്ഷെ സർക്കാരിനോടൊപ്പം തന്നെ മലയാളി സംഘടനകളുടെ വലിയ ഒരു പരിശ്രമം അത് നമ്മൾ കാണണ്ടേ? അപ്പോൾ മന്ത്രി വീണ ജോർജിനെ വിടാതിരുന്നത് തികച്ചും രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനമായിരുന്നു, അത് തെറ്റായിരുന്നു. ഇനി ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കാം. മന്ത്രി വീണ ജോർജ് കേരള സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവിടെ പോയിക്കൊണ്ട് ഒരൊറ്റ കാര്യം പൂർത്തിയാക്കട്ടെ, ഭരണപരമായോ സാമ്പത്തികമായോ കേന്ദ്ര സർക്കാരിന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ബാധ്യത ഉണ്ടാകുമായിരുന്നോ? ഒരു രീതിയിലും ബാധ്യത ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, കുറെ കൂടി മെച്ചപ്പെട്ട രീതിയിൽ കാര്യങ്ങളെ ഏകോപിപ്പിക്കാൻ മലയാളികളുടെ മന്ത്രിക്ക് സാധിക്കുമായിരുന്നു. Debate with Arun Kumar.